മടങ്ങുക മുത്തുനബിതങ്ങളുടെ പ്രസക്തിയുള്ള സന്ദേശങ്ങളിലേക്ക്. ആദ്യം നമ്മളത് ഉൾക്കൊണ്ട് ജീവിക്കണം. ആ നേതാവ് പറഞ്ഞില്ല അതാണ് സത്യം എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്ത് താൽക്കാലിക ജീവിതമല്ലേ. ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതം പരലോകത്തേക്കാണ്. പരലോകത്തേക്കാണ് നമ്മുടെ ജീവിതം. കഴിഞ്ഞ റജബിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് പള്ളിക്കാട്ടിലുണ്ട്. ചെറുപ്പക്കാര് ചിന്തിക്കേണ്ട, മരിക്കണമെങ്കിൽ പ്രായാകണം, തലമുടി നരക്കണം, അല്ലേ, തൊലി ചുളിയണം, ഒന്നും വേണ്ട. മരിക്കാൻ ഒന്നേ വേണ്ടുള്ളൂ. മരിക്കാൻ ഏജ് അല്ല വേണ്ടത്, മരിക്കാൻ മരണസമയായാ മതി. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂൻ അവസാനിപ്പിക്കുന്ന വചനം വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യനുള്ള അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നാനോ സെക്കൻഡ് പോലും ആ മനുഷ്യനെ പിന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് പോകേണ്ടവരാണ്. ഞാൻ ഇന്നലെ ഒരു വാർത്ത വായിച്ചത്, 1 വയസ്സായ കുഞ്ഞ് കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ്. ജീവിച്ചു കൊതി തീരാത്ത ചെറിയ മക്കൾ പോലും, മദ്രസയിലും സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾ പള്ളിക്കാട്ടിൽ എത്തിക്കഴിഞ്ഞു. നമ്മളെപ്പോൾ പോകും? അടുത്ത വർഷം ഇവിടെ SSFന്റെ ഈ യൂണിറ്റ് കമ്മിറ്റി ഒരു ബുർദാ മജ്‌ലിസ് നടക്കുമ്പോ ഈ സംസാരിക്കുന്ന ഞാനുണ്ടാകുമോ? എന്റെ സംസാരം കേൾക്കുന്ന നിങ്ങളുണ്ടാകുമോ? പടച്ച റബ്ബിന്റെ വിളി വന്നാൽ പോകേണ്ടവരാണ് നമ്മൾ. ജീവിതം ഇവിടം കൊണ്ട് തീരുന്നില്ല. ജീവിതം മറ്റൊരു ലോകത്താണുള്ളത്. അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. അല്ലാഹുവിന്റെ പരലോകമാണ് നിലനിൽക്കുന്ന ലോകം. അല്ലാഹുവിന്റെ പരലോകമാണ് നശിക്കാത്ത ലോകം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഈ പുതിയ കാലത്ത് നമ്മുടെ കൺമുന്നിൽ ധാരാളം കാര്യങ്ങൾ വരുമ്പോ റബ്ബിനെ മറന്ന് പരലോകം മറന്ന് ജീവിക്കുന്നൊരവസ്ഥ വന്നു പോകരുത്. എനിക്ക് ജീവിക്കാനുള്ളത് പരലോകമാണ്. നമ്മൾ ഒറ്റക്ക് കിടക്കേണ്ട ഖബർ, ഒറ്റക്കിരുന്ന് പാതിരാത്രി ഇരുന്ന് ചിന്തിക്കണേ. നമ്മൾ മരിച്ചിട്ട് നമ്മളെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തുന്ന രംഗമാലോചിക്കണം. ഖബറിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്ന രംഗമാലോചിക്കണം.